പുതിയ ഇടയരായി കഴിഞ്ഞിരിക്കുന്നു. ഗ്രിഗോറിയോസ് മാറി ബസേലിയോസ് ആയിരിക്കുന്നു. ജോസഫ് ബസേലിയോസ്. അംശചിഹ്നങ്ങൾ അണിയിക്കുവാൻ പോവുകയാണ്. മാലകളുണ്ടോ? മാല, ഒരു മാല മാറ്റിയിട്ട് പഴയത് ഉരിഞ്ഞു കളഞ്ഞു. പുതിയ മാല വരുന്നു. പുതിയ ചിഹ്നങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ പാത്രികീസ് ബാവയ്ക്കും കാതോലിക്ക ബാവയ്ക്കും മാത്രമാണ് 3 ചിഹ്നങ്ങളുള്ള മാല അണിയാൻ അവകാശമുള്ളൂ. മാല കൊടുക്കുകയാണ്. മഫ്രിയാനോയുടെ അല്ലെങ്കിൽ കാതോലിക്കയുടെ അധികാര ചിഹ്നമായ മാല. 3 മാലകൾ. മാലയ്ക്ക് എന്തെങ്കിലും പേരുണ്ടോ പ്രത്യേകിച്ച്? പടിമാല. കത്തോലിക്ക സ്ലീബായാണ് നടുക്ക്. ഒന്ന് ദൈവമാതാവിന്റെ ചിഹ്നം, ഐക്കൺസ്, മുദ്രകള്. 3 മാല സഭയിൽ ഉപയോഗിക്കുന്നത് 1 പരിശുദ്ധ പാത്രികീസ് ബാവയും 2 കാതോലിക്ക ബാവയുമാണ്. കാതോലിക്ക എന്ന വാക്കിന്റെ അർത്ഥം പ്രാദേശിക തലവൻ എന്നാണ്. പക്ഷെ മഫ്രിയാൻ എന്ന വാക്കാണ് ആദ്യമേ ഉണ്ടായിരുന്നത്. ആ വാക്കിന്റെ അർത്ഥമാണ് ഫലം നിറഞ്ഞ വ്യക്തിത്വം. പരിശുദ്ധ ദൈവമാതാവിന്റെ ഐക്കൺ ഉള്ളതായ ആ മാല അത് അണിയിക്കുകയും അംശചിഹ്നങ്ങൾ അണിയിക്കുകയാണ്. അംശചിഹ്നങ്ങൾ അണിയിക്കുന്ന ആദ്യം പേര് നൽകിയതിനു ശേഷം ആ അംശചിഹ്നങ്ങൾ അണിയിച്ചുകൊണ്ടിരിക്കും. സ്ലീബ വരച്ചു, പേര് നൽകി, അംശചിഹ്നങ്ങൾ അണിയിക്കുന്നു. ഇനി അംശവടിയും കൊടുക്കും. ഇതോടുകൂടി ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവയായി മാറി. ഓൾറെഡി മാറിക്കഴിഞ്ഞു. പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മെത്രാപ്പൊലീത്ത എഴുതാൻ കഴിയില്ല. 3ാമത്തെ മാലയും അണിയിക്കുകയാണ് എന്ന് തന്നെ എഴുതണം. ജോസഫ് മോർ ഗ്രിഗോറിയോസ് അല്ല. ഇനിയുള്ളത് നമുക്ക് ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവ എന്നു തന്നെയായിരിക്കും നമ്മൾ വരിക. പത്രിയാർക്കീസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. അംശചിഹ്നങ്ങൾ അണിയുന്നു. പടിമാല അണിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 3 ഐക്കണുകളുള്ള പടിമാല അണിഞ്ഞ് അംശവടിയുമായി ഇനി മുട്ടുകുത്തി നിൽക്കുന്ന തിരുമേനി എഴുന്നേൽക്കാൻ പോകുന്നത് കത്തോലിക്ക ബാവ. അംശവടി മാറുന്ന ഇടയത്വത്തിന്റെ പ്രതീകമാണ് അംശവടി.